സിന്ദൂരപ്പൊട്ട് മായ്ച്ചിട്ട് ആ പെണ്ണിനോട് പറഞ്ഞത് നിന്നെ ബാക്കി വെക്കുന്നത് ആ മോദിയോട് പോയി പറയാനാണ് എന്ന്. സിന്ദൂരക്കുറി മായ്ക്കപ്പെട്ട പെണ്ണ് വന്ന് മോദിയോട് പറഞ്ഞു. മോദി അത് കേട്ടു. എങ്കിൽ ആ സിന്ദൂരം മാച്ചവനെ ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിന് ഒരു പേരും കൊടുത്തു. ആ പേരാണ് നമ്മൾ കേട്ട സിന്ദൂർ. സിന്ദൂറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദുർഗാപൂജയ്ക്ക് ശേഷം ഭർത്തൃമതികളായ ഭാരത സ്ത്രീകൾ ഭഗവതിക്ക് മുഖത്തും തൃപ്പാദങ്ങളിലും സിന്ദൂരം അണിയിക്കുന്ന ഒരു വിശേഷ ചടങ്ങ് നിലവിലുണ്ട്. സിന്ദൂർ ഖേല എന്നതാണ് അറിയപ്പെടുന്നത്. നെറ്റിയിൽ നിന്നും സിന്ദൂരവും കഴുത്തിൽ നിന്ന് താലിയും മതഭീകരവാദികൾ തുടച്ചു മറത്തും മാറ്റിയപ്പോൾ ജിഹാദികൾ നമ്മുടെ സ്ത്രീരത്നങ്ങളുടെ മാനമാണ് പറിച്ചു മാറ്റിയത്. മഹിഷാസുരനെ വധിച്ച ചണ്ഡകിയും സൈന്യവും അവന്റെ പടയുടെ രക്തത്തിൽ കളിച്ചു തിമിർത്തു എന്നത് മറ്റൊരു സിന്ദൂർ ഖേലയാണ്. നമ്മുടെ സേന ദുർഗാ ഭഗവതിയായാൽ നയിക്കപ്പെടുന്ന ദിവ്യസേനയാണ് ഈ സിന്ദൂരക്കളിയിൽ സന്തോഷം. എന്തായാലും ഇന്ത്യ പൊരുതി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, നല്ല ഒന്നാന്തരമായി ഇന്ത്യ പൊരുതി എന്ന് തന്നെ പറയണം. പാകിസ്ഥാന്റെ എല്ലാ തെമ്മാടിത്തരത്തിനും ഇന്ത്യ കൃത്യമായി മറുപടി കൊടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ചില ആരോപണങ്ങൾ അവിടെ ഇവിടെയും ഇരുന്ന് ഉന്നയിച്ചവർക്ക് കൂടിയുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഭീകര നിമിഷങ്ങളിൽ നിന്നും മുക്തയായിട്ടില്ല മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി. മകന്റെയും തന്റെയും കൺമുന്നിൽ വച്ചാണ് മഞ്ജുനാഥിനെ ആക്രമികൾ കൊലപ്പെടുത്തിയതെന്ന് പല്ലവി കണ്ണീരോടെ പറഞ്ഞിരുന്നു. അക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയതായും പല്ലവി പറഞ്ഞിരുന്നു. 3-4 പേർ ഞങ്ങളെ ആക്രമിച്ചു. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ, എന്നെയും കൊല്ലൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞു. നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് അവരിലൊരാൾ മറുപടി നൽകിയത്. ഇതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. പ്രദേശവാസികളായ 3 പേരാണ് തങ്ങളെ രക്ഷിച്ചത്. അങ്ങനെ കരഞ്ഞ 26 ഭാര്യമാരുടെ കരച്ചിൽ ഇന്ത്യ ഗൗരവത്തിലെടുത്തു. ജമ്മു കശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസറൻവാലിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ആ ഭീകരതയ്ക്കാണ് തിരിച്ചടി നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലൂടെ. ആ ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകി എല്ലാം രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അവർക്ക് മറുപടി നൽകി ഇന്ത്യ. അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നിരുന്നു. ഡൽഹി ഉണർന്നിരുന്നപ്പോൾ പാകിസ്ഥാൻ കത്തിച്ചാമ്പലായി. തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതിനുവേണ്ടി വ്യക്തമായ പദ്ധതി തന്നെ തയ്യാറാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം നിരീക്ഷിച്ചു. തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. 3 സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു. അങ്ങനെ നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകി. 15-ാം ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞാണ്. ഒരാൾ മരിച്ചാൽ 16-ാം ദിവസം ഇന്ത്യൻ വിശ്വാസങ്ങളിൽ നിർണായക ദിനമാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം. അതിനു മുൻപ് തന്നെ തിരിച്ചടി നൽകിയെന്നതാണ് നിർണായകം. അങ്ങനെ ആ വിധവകളുടെ കണ്ണീരിന് ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ പ്രതികാരം വീട്ടി. എല്ലാം തത്സമയം മോദി നിരീക്ഷിച്ചു. ലക്ഷ്യം നേടിയ ശേഷം അമേരിക്കയെ അടക്കം സംഭവിച്ചത് ഇന്ത്യ അറിയിച്ചു. എല്ലാവരും ഇന്ത്യ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയും ഇസ്രായേലും റഷ്യയും ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇന്ത്യ ചെയ്ത നടപടിയെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കാരണം ഇന്ത്യ ചൊറിയാൻ വന്നപ്പോൾ ഇന്ത്യ തിരിച്ച് നന്നായി പാകിസ്ഥാനെ മാന്തി വിട്ടു. അവിടെയും തീരുന്നില്ല പാകിസ്ഥാന്റെ പക എന്ന് പറയുന്നത്. തീവ്രവാദികൾ മരിച്ചതിൽ വിലപിക്കുകയാണ്, കരയുകയാണ് പാക് മാധ്യമങ്ങളിലെ അവതാരികമാർ, പാക് സൈന്യത്തിലെ മേധാവികൾ,
പാകിസ്ഥാനിലെ തീവ്രവാദ സ്നേഹികളായ കുറേ മനുഷ്യരും. എന്നിട്ട് പറയുകയാണ്, ഇന്ത്യക്ക് ഇതിന് തക്കതായ തിരിച്ചടി ഞങ്ങൾ നൽകും, സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യമല്ല പാകിസ്ഥാനിലെ സൈന്യമെന്ന് പാകിസ്ഥാനിലെ ചില ഊള പട്ടാള മേധാവികൾ, അതായത് യുദ്ധം വരുന്നെന്ന് കേൾക്കുമ്പോഴേ ബങ്കറിൽ ഒളിക്കുന്ന ചില ഊള പട്ടാള മേധാവികൾ അറിഞ്ഞാൽ നല്ലത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സൈനികർ ഓരോരുത്തരും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ജനങ്ങൾക്ക് കാവൽ നിൽക്കുന്നവരാണ്, സുരക്ഷ ഒരുക്കുന്നവരാണ്. ആ കാവലും സുരക്ഷയും പോയിട്ടേ അവർക്ക് അവരുടെ കുടുംബം പോലും ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ പാകിസ്ഥാനെ പോലെ തീവ്രവാദത്തെ വളർത്താനായി, തീവ്രവാദികളെ സംരക്ഷിക്കാനായി ഉണ്ടാക്കിയെടുത്ത സേനയല്ല ഇന്ത്യൻ സേന എന്ന് പറയുന്നത്. അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമാണ് ഇന്ത്യൻ സേന. ഈ പറയുന്നത് പോലെ ഇന്ത്യയിലൊരു ചടങ്ങുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 16-ാം ദിവസമാണ് അടിയന്തര ചടങ്ങുകൾ നടക്കുന്നത്. ആ അടിയന്തര ചടങ്ങിൻ്റെ തലേന്ന് ആ മരിച്ച വ്യക്തി ആരാണോ കൊന്നത്, അതൊരു ദുരൂഹ സാഹചര്യത്തിലുള്ള മരണമാണ് എങ്കിൽ ആരാണോ കൊന്നത് അവർക്ക് തക്കതായ ശിക്ഷ 15-ാം ദിവസം നൽകിക്കൊണ്ട് 16-ാം ദിവസം അവരുടെ ആത്മാവിന് ശാന്തി നൽകി. അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. നമ്മുടെ 26 പേരുടെ ജീവന് പകരമാകില്ല ഒന്നും. ഒരു തെറ്റും ചെയ്യാതെ തീവ്രവാദികളുടെ തോക്കിന് മുന്നിൽ പിടഞ്ഞു വീണ ഓരോരുത്തരുടെയും ജീവന് പകരമാകില്ല നമ്മൾ പാകിസ്ഥാനോട് ചെയ്ത, അല്ലെങ്കിൽ പാകിസ്ഥാനോട് കാണിച്ച ഈ ആക്രമണം. പക്ഷേ അവർ ഓരോ വിധവകൾക്കും ഇതൊരല്പം ആശ്വാസമാകുമെങ്കിൽ അതാണ് ഇന്ത്യൻ സേന നമുക്ക് നൽകുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഇനി ഏതറ്റം വരെ പോയാലും ഇന്ത്യ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ഇവിടെ മോദിയും അജിത് ഡോവലും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒരുമിച്ചാൽ ഇന്ത്യയിൽ എന്തൊക്കെ നടക്കുമെന്നും പാകിസ്ഥാനെ എങ്ങനെ ചാരമാക്കണമെന്നും അവർക്ക് നന്നായിട്ടറിയാം. പാകിസ്ഥാനിലെ ഒരൊറ്റ ഭീകര താവളങ്ങൾ ഇനി ഇന്ത്യ വച്ചേക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.